രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് സിപിഎമ്മിനുള്ളിൽ ആഭ്യന്തര കലഹവും ചേരിപ്പോരും തെരുവിലേക്ക് എത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ അടിമുടി വെട്ടിലാക്കിക്കൊണ്ട് അഖിലേന്ത്യാ സെക്രട്ടറി എം.എ. ബേബി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എം.വി. ഗോവിന്ദൻ പാർട്ടിക്കും മുന്നണിക്കും ബാധ്യതയായി മാറി എന്ന ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നതിനിടയിലാണ് ഗോവിന്ദനെ അക്ഷരാർത്ഥത്തിൽ അടിച്ചമർത്തുന്ന തരത്തിലുള്ള കടുത്ത വിമർശനം എം.എ. ബേബി പരസ്യമായിട്ട് ഉന്നയിച്ചത്. തളിപ്പറമ്പിലെ വിവാദ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരെടുത്ത് പറയാതെ എന്നാൽ ലക്ഷ്യം മറ്റാരുമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ബേബിയുടെ കടന്നാക്രമണം നടത്തിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ കുടുംബാംഗങ്ങൾ മത്സരിച്ച ഇടങ്ങളിലെല്ലാം ജനങ്ങൾ അവരെ തിരിഞ്ഞു പിടിച്ച് തോൽപ്പിച്ച ചരിത്രമുണ്ട്. എന്നിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലും തളിപ്പറമ്പിലും എന്തുകൊണ്ട് ഇത് ആവർത്തിച്ചു എന്ന ചോദ്യത്തിന് മുൻപിലാണ് എം.എ. ബേബി സംസ്ഥാന സെക്രട്ടറിയെ പൂർണ്ണമായിട്ടും പ്രതിക്കൂട്ടിലെത്തിച്ചത്. സ്വന്തം യോഗ്യത കൊണ്ട് ഒരാൾ സ്ഥാനാർത്ഥിയായാൽ പോലും അത് പാർട്ടിയെ മൊത്തത്തിൽ ആക്രമിക്കാൻ മാധ്യമങ്ങൾക്ക് വടിയാകും എന്ന് തോന്നിയാൽ ആ സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് വെക്കാനുള്ള മിനിമം ഔചിത്യമെങ്കിലും ബന്ധപ്പെട്ട നേതാവ് കാണിക്കണം എന്നായിരുന്നു എം.എ. ബേബി തുറന്നടിച്ചത്. താനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പകരം മറ്റൊരാൾ മത്സരിക്കട്ടെ എന്ന് സ്വയം തീരുമാനിക്കാൻ ഗോവിന്ദന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന കടുത്ത ചോദ്യമാണ് ബേബി ഇവിടെ ഉയർത്തുന്നത്. കണ്ണൂരിലെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് തന്നെ സ്വയം വിമർശനം നടത്തേണ്ടി വന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. താഴെത്തട്ടിൽ ജനങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞു പോയതാണ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും വിമർശനങ്ങളെ പാർട്ടി ഭയക്കരുത് എന്നും ബേബി ഓർമ്മപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശനെതിരെ പാർട്ടി സ്വീകരിച്ച മൃദു സമീപനം പോരായിരുന്നുവെന്നും ഇതിലും ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കേണ്ടതായിരുന്നു എന്നുമുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലും ബേബി പുറത്തുവിട്ടു. പിണറായി വിജയന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പിബിയിൽ വോട്ടെടുപ്പ് നടന്നു എന്ന വാർത്തകൾ ബേബി നിഷേധിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള ശക്തമായ അമർഷമാണ് എം.എ. ബേബിയുടെ ഈ വാക്കുകളിലൂടെ പുറത്തേക്ക് എത്തുന്നത്. കണ്ണൂർ ലോബിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പാർട്ടിയിൽ ഗോവിന്ദനെ ലക്ഷ്യമിട്ടുള്ള ഈ പടയൊരുക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നാണ് സൂചനകൾ. എന്നാൽ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് ദുരന്തമുണ്ടായിട്ടും പാർട്ടിയുടെ ഔദ്യോഗിക ആത്മപരിശോധനാ രേഖയിൽ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും പൂർണ്ണ സംരക്ഷണം ഒരുക്കാൻ നേതൃത്വം പ്രത്യേകം ശ്രദ്ധ നൽകിയിട്ടുമുണ്ട്. വ്യക്തിപരമായ വീഴ്ചകൾക്ക് പകരം കൂട്ടായ തീരുമാനങ്ങളിലെ കുറവ് എന്ന് പറഞ്ഞ നേതൃത്വത്തിന്റെ പിഴവുകളെ വെള്ളപൂശാനാണ് റിപ്പോർട്ടിൽ ശ്രമിച്ചിട്ടുള്ളത്. എങ്കിലും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ഉണ്ടായ വലിയ ചോർച്ച പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം പാർട്ടിയെ എങ്ങനെ തകർത്തുവെന്ന് റിപ്പോർട്ടിൽ തുറന്നു പറയുന്നു. ശബരിമല വിഷയത്തിന്റെ മറ്റൊരു രൂപത്തിൽ ഇത്തവണയും അയ്യപ്പൻ തന്നെയാണ് പാർട്ടിയുടെ പതനം പൂർത്തിയാക്കിയത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയാണെന്ന രീതിയിൽ വലതുപക്ഷ ശക്തികൾ നടത്തിയ പ്രചാരണം പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നാണ് വിലയിരുത്തൽ. വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ കോഴിക്കോട്, കൊല്ലം, എറണാകുളം ജില്ലാ കമ്മിറ്റികൾക്ക് കനത്ത വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ട് സമ്മതിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത തെരുവിൽ എത്തിച്ചുവെന്നും ഇതാണ് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായത് എന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിലയിരുത്തി. ജില്ലാ കമ്മിറ്റികൾ ശുപാർശ ചെയ്ത തെറ്റായ പേരുകൾക്ക് കണ്ണടച്ച് അനുമതി നൽകിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും ഇതിൽ തുല്യ പങ്കുണ്ട് എന്ന പരോക്ഷ വിമർശനത്തോടെയാണ് സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തേക്ക് എത്തിയത്.